പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു പത്രവാർത്ത തയ്യാറാക്കുന്നത് എന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും പ്രയാസമുള്ള ഒരു പ്രവർത്തനമാണിത്, പത്രവാർത്ത തയ്യാറാക്കുക. എന്നാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് പത്രവാർത്ത എഴുതുക എന്നുള്ളത്. നമുക്ക് ആദ്യമായി പത്രവാർത്തകൾക്ക് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പത്രവാർത്തയ്ക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നത് പോലെ അതിൻ്റെ തലക്കെട്ടാണ്. നമ്മൾ ആ ഒരു വാർത്തയുടെ തലക്കെട്ട് കണ്ടതുകൊണ്ടാണ് തുടർന്ന് ആ വാർത്ത നമ്മൾ വായിക്കുന്നത്. അപ്പോൾ തലക്കെട്ട് കൊടുക്കുമ്പോൾ വളരെ കൃത്യമായും സൂക്ഷ്മമായും ചെയ്യേണ്ടതാണ്. എങ്ങനെയായിരിക്കണം തലക്കെട്ട്? തലക്കെട്ട് പെട്ടെന്ന് തന്നെ വാർത്തയുടെ മുഴുവൻ വിവരങ്ങളും അറിയുന്നതായിരിക്കരുത് തലക്കെട്ട്. അതായത് തലക്കെട്ട് വായിച്ചാൽ തന്നെ വാർത്തയിൽ എന്താണുള്ളത് എന്ന് വായനക്കാരന് മനസ്സിലാവുന്ന രൂപത്തിലാവരുത് തലക്കെട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചാലിയാറിൽ തോണി മുങ്ങി 5 പേർ മരണപ്പെട്ടു. ഇതോടുകൂടി എന്തായി ആ വാർത്തയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടു. ഇതോടെ വാർത്ത വായിക്കേണ്ട ആവശ്യം, തുടർന്നുള്ള ആ വാർത്തയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വായിക്കേണ്ടതില്ല. പിന്നെ പ്രാദേശികമായി അവിടെയുള്ള ആളുകൾക്ക് ആരൊക്കെയാണെന്ന് അറിയാൻ വേണമെങ്കിൽ ആ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് വായിക്കാമെന്നല്ലാതെ പത്രം വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് വേണം? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്തരം സമയങ്ങളിലൊക്കെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് തോണി അപകടം, മരണം 3 അല്ലെങ്കിൽ മരണം 5 ഇങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എവിടെയാണ് എന്നൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യം വായനക്കാരനുണ്ടാവും. അപ്പോൾ ജിജ്ഞാസ ഉണർത്തുന്ന തരത്തിലായിരിക്കണം തലക്കെട്ട്. തലക്കെട്ട് മുഴുവൻ വാർത്തകളും ഉൾക്കൊള്ളുന്നതാകരുത്. അതേസമയത്ത് വാർത്തയിലേക്കൊരു സൂചന നൽകുന്നത് മാത്രമായിരിക്കണം. മറ്റൊന്ന് ജിജ്ഞാസ ഉണർത്തുന്നതായിരിക്കണം. മറ്റൊന്ന് നല്ല ഭാഷയായിരിക്കണം. നല്ല ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ക്യാപ്ഷനായിരിക്കണം എന്നർത്ഥം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായും ഒരു തലക്കെട്ടിന് ഉണ്ടായിരിക്കേണ്ടത്. മറ്റൊന്ന് വാർത്തകൾക്ക് വേണ്ടത് റിപ്പോർട്ടറുടെ പേരാണ്. ഇപ്പോൾ റിപ്പോർട്ട് എഴുതുന്ന ഈ റിപ്പോർട്ട് പറയുന്ന ആളുടെ പേര്, ഇപ്പോൾ അജിത് കുമാർ, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന അജിത് കുമാറാണെന്ന് അതിൻ്റെ ചുവട്ടിൽ എഴുതാം, അത് അജിത് കുമാർ. അതല്ല എങ്കിൽ സാധാരണ പത്രങ്ങൾ കാണുന്ന ഒന്നാണ് സ്വന്തം ലേഖകൻ, സ്വലേ എന്ന് എഴുതി കാണിക്കും. അതിൻ്റെ അർത്ഥം ആ പത്രം, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പത്രത്തിൻ്റെ തന്നെ ലേഖകനാണ് എന്നർത്ഥം. എന്നാൽ ചില സ്ഥലങ്ങളിൽ പ്രാദേശിക ലേഖകൻ എന്ന് എഴുതി കാണിക്കും. അതായത് ആ പ്രദേശത്തുള്ള മറ്റേതോ പത്രത്തിൻ്റെയോ ആളുടെയോ ലേഖകൻ, അല്ലെങ്കിൽ അവരുടെ തന്നെ പ്രാദേശിക ലേഖകന്മാരോ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞാൽ ആ വിവരം അറിഞ്ഞ് പത്രം ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് റിപ്പോർട്ട് എടുക്കാൻ വന്ന ആളാണ് സ്വന്തം ലേഖകൻ. അതിനകത്ത് പ്രാദേശികമായുള്ള റിപ്പോർട്ടറാണ് പ്രാദേശിക ലേഖകൻ. അപ്പോൾ അത് ആരുടെ പേരാണ് എന്ന് വേണം. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ സ്വന്തം ലേഖകൻ എന്ന് വയ്ക്കാം, അല്ലെങ്കിൽ ആളുടെ പേര് വയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മറ്റൊന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ എവിടെയാണോ അപകടം നടന്നത് ആ പഞ്ചായത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ ആയിരിക്കാം അത് വയ്ക്കുന്നത്. അപ്പം അവിടെ നിന്നാണ് വാർത്ത റിപ്പോർട്ട്. അപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് വയ്ക്കണം. വാർത്തയുടെ ഉള്ളടക്കം, പിന്നെ വേണ്ട വാർത്തയുടെ ഉള്ളടക്കം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് അതിൻ്റെ തലക്കെട്ട്, ലേഖകൻ്റെ പേര് അല്ലെങ്കിൽ സ്വന്തം ലേഖകൻ അല്ലെങ്കിൽ പ്രാദേശിക ലേഖകൻ എന്ന് വെക്കണം. എവിടെ നിന്നാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അത് വെക്കണം. പിന്നീട് വാർത്തയുടെ ഉള്ളടക്കം, എന്താണ് ഈ വാർത്തയുടെ ഉള്ളടക്കം, ആ വാർത്ത എങ്ങനെ, അതൊരു വാർത്തയുടെ ശൈലിയിൽ അവതരിക്കുന്നത്. അതായത് ഇങ്ങനെ മുറിച്ചായിരിക്കണം പറയേണ്ടത്. അത് എന്ത്, ആര്, എപ്പോൾ, എവിടെ, എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കണം അത്. എന്ന് ഒരു സംഭവമാണെങ്കിൽ എന്നാണ് നടന്നത്, എപ്പോഴാണ് നടന്നത്, എവിടെയാണ് നടന്നത്, ആരാണ് ഈ സംഭവത്തിൻ്റെ ഉത്തരവാദി, അല്ലെങ്കിൽ ആർക്കാണ് ഇത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഉണ്ടായിരിക്കണം അതിൽ. അപ്പോൾ അത് ഇങ്ങനെ മുറിച്ച് ഒരു വാർത്താ ശൈലിയിലാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ശൈലി എന്നുള്ളത് നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഉദാഹരണം എടുക്കാം. പുലിയുടെ ആക്രമണം, നടുക്കം മാറാതെ സഹോദരങ്ങൾ, ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തു. പുലിയുടെ ആക്രമണം, നടുക്കം മാറാതെ സഹോദരങ്ങൾ. ഇത് സ്വാഭാവികമായിട്ടും ഈ ഹെഡിങ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തുടർന്ന് വായിക്കാൻ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു അല്ലേ? ഏത് സഹോദരങ്ങളെയാണ് പുലി ആക്രമിച്ചത്, എവിടെയാണ് നടന്നത്, എപ്പോഴാണ് നടന്നത്, എന്നിട്ട് എന്താണ് സംഭവിച്ചത്, ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ജിജ്ഞാസ, അതാണ് ഒരു തലക്കെട്ടിൻ്റെ പ്രാധാന്യം. അതാണ് നമ്മൾ തലക്കെട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.
അല്ലെങ്കിൽ അതിന് പകരമായി അല്ലെങ്കിൽ അട്ടപ്പാടിയിൽ പുലി ആക്രമണം, 2 പേര് പറഞ്ഞ 2 സഹോദരങ്ങൾ ആശുപത്രിയിൽ എന്ന് കൊടുത്താലോ? പിന്നീട് ആ വാർത്ത വായിക്കേണ്ടതില്ല. കാരണം ഇത് അട്ടപ്പാടിയിലാണ്, സഹോദരങ്ങളായ 2 പേരെയാണ് ആക്രമിച്ചത്, അവരുടെ പേരിനതാണ്, അവർ ആശുപത്രിയിലാണ്, മരിച്ചിട്ടില്ല എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി. അതേസമയമോ പുലിയുടെ ആക്രമണം നടുക്കം വിട്ടുമാറാതെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും 2 സഹോദരങ്ങളെ പുലി ആക്രമിച്ചു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ അത് എവിടെ, എപ്പോൾ, എങ്ങനെ എന്നൊന്നുമുള്ള, പിന്നെ എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിതിൽ വ്യക്തമല്ല. അപ്പോൾ സ്വാഭാവികമായും ആ വാർത്ത വായിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ വായനക്കാരൻ നിർബന്ധിതരാണ്. തുടർന്ന് ആളുകൾ അത് വായിക്കുകയും വാർത്ത മനസ്സിലാക്കുകയും ചെയ്യും. പിന്നെ തുടർന്ന് വേണ്ടത് എന്താണ്? അപ്പോൾ ഹെഡിങ് ഇതാണ്. അപ്പോൾ ആ ഹെഡിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് വരേണ്ടത് എന്താണ്? ലേഖനാണ്. ലേഖൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ പ്രാദേശിക ലേഖൻ എന്നാണ് കൊടുക്കുന്നത്. ആ പ്രദേശത്തുള്ള ഒരു പ്രാദേശിക ലേഖൻ, ഈ പത്രത്തിൻ്റെ ഒരു പ്രാദേശിക ലേഖനാണ് ഇത് എഴുതുന്നത്. ആളെ പേര് വെച്ചില്ല, നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതി, പ്രാദേശിക ലേഖൻ. ഇനി നമ്മൾ വെക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ എവിടെയാണ് സ്ഥലം? മണിമൂളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നത്. പുലിയുടെ ആക്രമണത്തിൽ നിന്നും സഹോദരങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നോക്കൂ, അപ്പോൾ നമുക്ക് ആ ഒരു വാർത്തയുടെ തുടർച്ചയാണത്. പുലിയുടെ ആക്രമണം നടുക്കം മാറാതെ സഹോദരങ്ങൾ എന്നുണ്ട്, അതിൻ്റെ വിശദീകരണമാണ് അടുത്ത വരി. എന്താണ്? പുലിയുടെ സ്ഥലം പറഞ്ഞു, മണിമൂളി. പുലിയുടെ ആക്രമണത്തിൽ നിന്നും സഹോദരങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പോൾ ആ വരി വായിക്കുമ്പോൾ ഒന്നാമത്തെ ഹെഡിങ്ങിൻ്റെ ഒരു വിശദീകരണമാണ്. അത്ഭുതകരമായിട്ടാണ് അവർ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. തുടർന്ന് വായിക്കാൻ വീണ്ടും വായനക്കാരന് ജിജ്ഞാസ വരുന്നു. ഇന്നലെ രാത്രി 10 മണിക്കാണ് സംഭവം. എപ്പോഴാണ് പുലി ആക്രമണം? നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തുടർന്ന് വരുന്ന നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം എന്തായിരിക്കും? എപ്പോൾ? 10 മണിക്കാണെന്ന് എഴുതിയാൽ പോരാ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ശൈലി എന്താണ്? ഇന്നലെ രാത്രി 10 മണിക്കാണ് സംഭവം, രാത്രി 10 മണിക്കാണ് ഈ കാര്യം നടന്നത് എന്ന് പറയാം. കടയടച്ചു വരികയായിരുന്ന അജിത്, അനൂപ് എന്നീ സഹോദരങ്ങളെയാണ് പുലി ആക്രമിച്ചത്. അപ്പോൾ അതിൻ്റെ വിശദീകരണമായി. ആരെ എന്നുള്ളതിൻ്റെ വിശദീകരണമായി. ആരെയാണ് പുലി ആക്രമിച്ചത്? 2 സഹോദരങ്ങളാണ്, അവരുടെ പേരും അതിൽ വന്നു. മണിമൂളി ടൗണിൽ കട നടത്തുകയാണ് ഇവർ. അപ്പോൾ എന്തായി? അതിന് വിശദീകരണമായി. ഇവരെന്തിനാണ് 10 മണിക്ക് അതിലെ വരുന്നതെന്ന് ചോദിച്ചാൽ അവർ ടൗണിൽ കട നടത്തുന്നവരാണ്. അങ്ങനെ കടയൊക്കെ അടച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അവരെ പുലി ആക്രമിച്ചത്. റോഡിൽ വാഹനങ്ങൾ വന്നതോടെ പുലി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് അവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ ഹെഡിങ്ങിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു, പക്ഷെ എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്? റോഡിൽ ഇവരെ ആക്രമിച്ചതും വാഹനങ്ങൾ റോഡിലൂടെ വന്നത് കണ്ടതും പുലി എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെട്ടു. അതിൻ്റെ വിശദീകരണമായി. മരണം മുഖാമുഖം കണ്ടതിൻ്റെ പേടിയിലാണ് 2 പേരും. ഈ പ്രദേശത്ത് വളർത്തുമൃഗങ്ങളെ അജ്ഞാത ജീവി ആക്രമിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുമ്പും ആക്രമിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആളുകൾക്ക് ഇത് പുലിയാണ് എന്നുള്ള ധാരണയിലേക്ക് എത്തുന്നത്. ഇതോടെ ജനങ്ങൾ രാത്രികാലത്ത് പുറത്തിറങ്ങാൻ ഭയക്കുകയാണ്. സ്വാഭാവികമായും സംഭവിക്കുന്നൊരു കാര്യം. ഇനി നമുക്ക് ഏകദേശം വാർത്തയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ മറ്റെന്താണ് ഉണ്ടായത് എന്നുകൂടി നമ്മൾ പറയണം, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പുലി ഇറങ്ങിയാൽ അതിൽ ആരൊക്കെയാണ് വരാൻ സാധ്യത? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വരും. മറ്റൊരു പ്രശ്നമൊന്നുമില്ലെങ്കിൽ പോലീസ് ഇടപെടും. ഈ 2 സേനകളാണ് അവിടെ വരാൻ സാധ്യത. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് എഴുതാവുന്നതാണ്. എന്താണ്? പുലിയെ കെണിവെച്ച് പിടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. അപ്പോൾ അപ്പോൾ വനവകുപ്പ് എന്ത് ചെയ്തു? അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്ന്. ഇതോടെ വാർത്ത അവസാനിച്ചു. ഇത്രയാണ് ഒരു വാർത്ത. അപ്പോൾ ഇതിൽ വാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികൾ, നിങ്ങൾക്ക് ഇതുപോലെ നല്ല വാർത്തകൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഉദാഹരണമായി ഇത് ഞാൻ പ്രത്യേകിച്ച് ഈ വാർത്ത പറയാൻ കാരണം ഇതിൻ്റെ സംഭവങ്ങളും എന്ത്, ഏത്, എപ്പോൾ, എങ്ങനെ, എവിടെ എന്നൊക്കെ അതെങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത നമുക്കുണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നാടിന് മാതൃകയായി വിദ്യാർത്ഥികൾ. സ്വന്തം ലേഖകൻ. ചേർത്തല ഗവൺമെൻറ് എൽ.പി. സ്കൂൾ വിദ്യാർത്ഥികൾ നാടിന് മാതൃകയായി. പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി നൂതനമായ ഈ ആശയം അവർ നടപ്പിലാക്കിയത്. പുകവലിക്കില്ല എന്ന സാക്ഷ്യപത്രം കുടുംബാംഗങ്ങളിൽ നിന്നും വാങ്ങിക്കൊണ്ടാണ് അവർ മാതൃകയായത്. ഇതോടെ പുകയില മുക്ത ഗ്രാമമായി ഈ പ്രദേശത്തെ പ്രഖ്യാപിച്ചു.
ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കുട്ടികളെ അനുമോദിച്ചു. ഇത്തരം വാർത്തകൾ തീർച്ചയായും നിങ്ങൾക്ക് എഴുതി നോക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, വളരെ ലളിതമായ നിങ്ങളുടെ സ്കൂളുകളിലോ വീടുകളിലോ ഒക്കെ സംഭവിക്കുന്നതും വാർത്തയാക്കാം. ഉദാഹരണമായി നിങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്തോ പരിസരത്തോ ഒക്കെ ചപ്പുചവറുകൾ എന്തെങ്കിലും കിടക്കുന്നുണ്ട്, കടലാസുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ വൃത്തിയാക്കി അല്ലേ, നിങ്ങൾ കുട്ടികളെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരു വാർത്തയാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത എഴുതാം അല്ലെ. സ്കൂളും പരിസരവും വൃത്തിയില്ല, അത് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹെഡിങ് എഴുതിയൊരു വാർത്ത ഉണ്ടാക്കാം. വൃത്തിയാക്കിയാൽ അത് വാർത്തയാക്കാം. പിന്നെ നിങ്ങളുടെ കൈ കഴുകുന്ന പൈപ്പിൻ്റെ ചുറ്റുഭാഗം നല്ല വൃത്തിയാക്കിയെങ്കിൽ അത് വാർത്തയാക്കാം. വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ അത് വാർത്തയാക്കാം. അങ്ങനെ ചെറിയ ചെറിയ വാർത്തകൾ 3-4 വരികളിലൊക്കെ എഴുതി വാർത്ത, അങ്ങനെ നല്ല നല്ല വാർത്തകൾ മുന്നോട്ട് ഒറ്റയടിക്ക് തന്നെ നല്ല വാർത്ത ഉണ്ടാവില്ല. നിങ്ങൾ എഴുതി അതിലെ തെറ്റുകളൊക്കെ മുതിർന്നവരെ കൊണ്ട് തിരുത്തിച്ച് നല്ല വാർത്തകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല വാർത്തകൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.